പലപ്പോഴും നമ്മൾ മനോഹരമായ ഈ ഭൂമിയിൽ മനോഹരമായ ഒന്നിനെയും കാണുകയോ മനോഹരമായ ഒന്നിനെയും ആസ്വദിക്കുകയോ ചെയ്യാതെ കൂടുതൽ അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഇങ്ങനെ നടക്കാൻ പോകുന്ന സമയത്തും അവിടെ സ്റ്റാർബക്സിൻ്റെ ഒക്കെ മുമ്പിലായിട്ട് അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഒരു വയസ്സായ മനുഷ്യൻ ഇരിക്കാറുണ്ട്. ഈ വയസ്സായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാലുകളിൽ മുഴുവൻ വ്രണം വന്ന് ഇങ്ങനെ പൊട്ടി ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ കൈകൾ കൊണ്ട് ഇങ്ങനെ കാണിക്കും, ആ എല്ലാ പോകുന്നവരും വരുന്നവരൊക്കെ നോക്കി കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഞാനൊക്കെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാലിലെ വ്രണമാണ്. ആ വ്രണം ഇങ്ങനെ കണ്ടു, കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. നമുക്ക് അങ്ങോട്ട് നോക്കാൻ പോലും തോന്നാറില്ല. 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന സമയത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയ സമയത്ത് അദ്ദേഹം മനോഹരമായി ചിരിക്കുന്നുണ്ട്. ആ മനോഹരമായ ചിരിയും ആ നുണക്കുഴിയും കണ്ടാൽ വ്രണത്തിലേക്ക് പിന്നീട് നമുക്ക് നോക്കാൻ തോന്നാറില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ആദ്യം നോക്കുന്നതും വ്രണത്തിലേക്കായിരിക്കും. ഈ മനോഹരമായ പല കാഴ്ചകളും ഉണ്ടെങ്കിലും നമ്മുടെ കാഴ്ചകളിൽ നമ്മൾ ആദ്യം കാണുന്നത് ചീത്ത കാഴ്ചകളായിരിക്കും. ഇതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നമ്മുടെ ചുറ്റുപാടിനെ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ്. ഒരു കല്യാണം വിട്ടുപോയാൽ അവിടുത്തെ പരിപാടികൾ എങ്ങനെ അലങ്കോലമാക്കാം എന്നുള്ളതല്ല, ആ പരിപാടികൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, തൊഴിലിടങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ സാന്നിധ്യം ആ ഇടങ്ങളെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം.